ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമീ ഉലകിൽ. കണ്ണിൽ കാൺമത് കളിയായി മറയും, കാണാത്തത് നാം എങ്ങനെ അറിയും? ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും, മന്നിതുമായ നാടകരംഗം. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമീ ഉലകിൽ. ഈശ്വര ചിന്ത അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അത് അങ്കുരിപ്പിക്കണം. അപ്പോഴാണ് പ്രായശ്ചിത്തമാവുക. ആ പ്രായശ്ചിത്തത്തിന്റെ കഥയാണ് പറയുന്നത്. ഇനി ശ്രദ്ധയോടുകൂടി കേട്ടാലും മനസ്സിലാവും. ചുരുങ്ങിയ സമയം കൊണ്ട് പറയുകയാണ്. കന്യാകുബ്ജം എന്നു പേരായിട്ടുള്ള ഒരു ദേശം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ അജാമിളൻ എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ബ്രഹ്മജ്ഞാനിയായിട്ട് കഴിഞ്ഞുകൂടി അദ്ദേഹം പൂജകളും ഹോമങ്ങളും ഒക്കെ കഴിഞ്ഞ് വേദമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടൊക്കെ കഴിഞ്ഞുകൂടി ചെറുപ്പത്തിലേക്ക്. അച്ഛനും അമ്മയുണ്ട്. അദ്ദേഹം പിന്നീട് പ്രായമാകുമ്പോൾ വിവാഹം കഴിച്ച് കുട്ടികളോട് കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഒരു വലിയൊരു കുടുംബം, ധാരാളം സ്വത്തുണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലോ, ജമ്മിമാരെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് അവിടെ നിത്യേന എല്ലാ ബ്രാഹ്മണർക്കും ഉണ്ടാവാറുണ്ട്. പൂജാമുറി ഉണ്ടാവും. അവിടെ രാവിലെ പൂജ ഉണ്ടാവും, വൈകുന്നേരം പൂജയൊക്കെ ഉണ്ടാവും. അതിൽ കുറെ സാധനങ്ങളൊക്കെ വേണം. അറിയാലോ, നമുക്ക് പൂജാദ്രവ്യങ്ങൾ വേണം. ചെത്തിപ്പൂ വേണം, തുളസി വേണം, ദർഭപ്പുല്ല് വേണം. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് പഴങ്ങൾ വേണം. ഇതൊക്കെ കൊണ്ടുവന്ന് പൂജയൊക്കെ ചെയ്യും. ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ എല്ലാം ഓൺലൈനായിട്ട് കിട്ടും. പൂജ തന്നെ ഓൺലൈനാണ്. പക്ഷെ പണ്ട് ഇത് കിട്ടില്ല. ഒരാഴ്ചത്തേക്കൊക്കെ 2 ആഴ്ചത്തൊക്കെ വരുന്ന ചെത്തിയൊക്കെ കാട്ടിലൊക്കെ ചെന്ന് പറിച്ചെടുത്ത് വെള്ളം തെളിച്ച് വെക്കുന്ന പറയാം. അങ്ങനെയൊക്കെ ആയിട്ട് ഇദ്ദേഹം കഴിഞ്ഞുകൂടുകയാണ്. പൂജയൊക്കെ നല്ല എടുക്കാനാട്ടോ. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം കുറച്ച് പുഷ്പങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങി പുഷ്പങ്ങളൊക്കെ ശേഖരിച്ചു. അത് വലിയ കൊട്ടയിലാക്കി ഗർഭപ്പുല്ലൊക്കെ അരിഞ്ഞെടുത്ത് കെട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് വഴിക്കെത്തിയപ്പോൾ ഒരു കാട്ടിന്റെ സമീപത്തൂടെ എത്തുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്ന ചെറിയ കുടിലുകളൊക്കെ വെച്ച് താമസിക്കുന്ന സ്ഥലം കണ്ടു. അവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊരു നമ്മൾ എളുപ്പ വഴി നോക്കുമ്പോൾ വീട്ടുമുറ്റത്തൊക്കെ അല്ലേ പോവാ. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ മദ്യം സേവിച്ച് ബോധമില്ലാത്ത ഒരാള്, അതുപോലെ ഒരു സ്ത്രീ ഇദ്ദേഹവുമായിട്ട് രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് കണ്ടത് കഷ്ടമായി പോയി. എന്തുകൊണ്ടോ പൂജാദ്രവ്യല്ലേ കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തിന് മനസ്സ് പറഞ്ഞു. അത് വെള്ളത്തിലൊക്കെ മുക്കിയെടുത്ത് ഭവനത്തിലെത്തി പൂജയൊക്കെ ചെയ്തു ഭംഗിയായി കഴിഞ്ഞു. രാത്രിയിൽ ഇന്നത്തത് പോലെയല്ല. രാത്രിയിൽ വേറെ ഒന്നും കാണാനൊന്നുമില്ല, മൊബൈലില്ല, സീരിയൽ കാണാനൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് വല്ല പുസ്തകം വായിച്ചിട്ടൊക്കെയാണ് പണ്ട് കാലത്ത് പതിവ്. വെളിച്ചം പോലും കൃത്യമായിട്ട് കുടുംബത്തിൽ ഉണ്ടാവില്ല, അല്ലെ? ഓർമ്മയില്ലേ? ആ ഒരു പഴയ കാലമൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് നേരത്തെ കാലം ഈ സന്ധ്യക്ക് എന്താ പറയാ, അത്താഴം കുറച്ച് അത്തിപ്പഴം പോലെ കഴിക്കല. ഇന്നത്തെ ജീവിത രീതി ആയിരുന്നില്ല. കുറച്ച് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങും, രാവിലെ നേരത്തെ എഴുന്നേൽക്കും, 4 മണിക്ക് ഉണരും. പിന്നെ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങില്ല, ആവില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. ഇദ്ദേഹം ചെയ്തു ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെറുതെ ഇരിക്കുമല്ലോ. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സെവിടെ പോകുന്നു? ഈ കണ്ട കാഴ്ചയിലേക്ക് പോയി. ഇദ്ദേഹത്തിന്റെ മനസ്സെവിടെ പോയി? ആ ദാസിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം കുറെ കാശൊക്കെ എടുത്ത് അത്യാവശ്യം വേണ്ടുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് മനസ്സ് മുഴുവനും ഈ വേണ്ടാത്തതിലേക്ക് പെട്ടെന്ന് തിരിയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഈ ദാസിയുടെ സമീപത്തേക്ക് എത്തി. ഒരു ദിവസം പോയ വഴിയായതുകൊണ്ട് ഓർമ്മയുണ്ട്. അവിടെ പോയപ്പോൾ ആ മദ്യപാനം ചെയ്ത ആളൊന്നുമില്ല, അദ്ദേഹത്തെ പോയി. ഈ ദാസി പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ കാശുണ്ടോന്ന് ചോദിച്ചു. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഞാൻ ഇടക്കിടക്ക് പോയി കൊണ്ടുവരാന്ന് പറഞ്ഞു. ശരി, എന്നാൽ എന്റെ കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതല് അജാമിളൻ എവിടെയായി താമസം? ദാസിയുടെ ഗൃഹത്തിൽ, കുടുംബത്തിലാണ് കേട്ടോ. മനസ്സിലായല്ലോ കഥ? ദാസീപതി അജാമിള. ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇടക്ക് വരും ഇദ്ദേഹം, ഇവിടത്തേക്ക് കുടുംബത്തിലേക്ക് വരും. കുറെ നാൾ കഴിഞ്ഞ് വന്നപ്പോ ഈ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു? ഇവിടെ പൂജക്കൊന്നും ആളില്ലല്ലോ, നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോണ്ടേ ഉണ്ണി, എവിടെയായിരുന്നു ഒക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതൊന്നും ഇപ്പൊ പറയാൻ മനസ്സില്ല, എനിക്ക് എന്റെ ഓഹരി തരണം എന്ന് പറഞ്ഞു. ഓഹരി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സ്വത്ത് ഇങ്ങനെ ഓഹരി വെക്കലാണ് പണ്ട്. ഇപ്പോഴാണ് എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. എനിക്ക് എന്റെ ഓഹരി തരണം എന്ന് പറഞ്ഞു. നിനക്ക് ഓഹരി തന്നിട്ട് നീ എവിടെ പോകാനാണ്? ഓഹരി ഒന്നും തരാൻ പറ്റും. അല്ല, എനിക്ക് എന്റെ ഓഹരി തന്നിട്ട് ഞാൻ വിടില്ല, എന്റെ ഓഹരിയും കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് ലഹളം. എന്നിട്ട് കുറച്ച് സ്വത്ത് വാങ്ങിച്ച് അതിന്റെ കാശൊക്കെ എടുത്ത് അദ്ദേഹം പോകും.
പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് എന്താ പറയുക, ഇത് തീരുമല്ലോ, എനിക്ക് ഓഹരി തരണം എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഓഹരി തരണം എന്ന് പറഞ്ഞിട്ട് ലഹള കൂടിയതൊക്കെ ചിത്രഗുപ്തൻ അവിടെ എഴുതി വെച്ചു. നമ്മൾ പറയുന്നതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കുറെ ഗുണം കിട്ടി. എന്തുകൊണ്ടെന്നറിയാമോ? ഓ ഹരി, ഓ ഹരി, ഓ ഹരി എന്നാണ് പറഞ്ഞത്. അറിയാതെയാണെങ്കിലും ഹരിയുടെ ശബ്ദമാണ് ലഹള കൂടുന്ന സമയത്തും വന്നത്. ചിത്രഗുപ്തന്റെ ലിസ്റ്റിൽ നല്ല കോളത്തിലാണ് ഏതുള്ളത്? ഇദ്ദേഹം പറഞ്ഞ ഓ ഹരി എന്നുള്ള ശബ്ദം പോലുള്ളത്. അത്രമാത്രം മാറ്റം വരും. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെയാണ്, പലതുകൊണ്ട് കഥ ഇങ്ങനെ വിസ്തരിച്ചു പോകുന്നു. അഗ്നി സാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ കുഞ്ചിരാമനായാടുന്നിതൂ ചിലർ എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ ഇദ്ദേഹത്തെ ഓർമ്മിച്ചിട്ടാണ് അജാമിളോപാഖ്യാനം. ഏതായാലും ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി കുറെ കാലം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ ബാക്കി കഥയൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വയസ്സിങ്ങനെ കൂടി വന്നു. 80 വയസ്സായപ്പോഴുള്ള ഒരു കഥയാണ് ഞാൻ ഇനി പറയുന്നത്. അവസാന കാലത്ത് ഇപ്പൊ കുറെ കുട്ടികളുണ്ട് അവിടെ. എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. 9 കുട്ടികളുണ്ടായി. 75-ാമത്തെ വയസ്സിലാണ് 10-ാമത്തെ കുട്ടി ഉണ്ടായത്. എനിക്കങ്ങനെ മനസ്സിലായി. അതുകൊണ്ടെന്നറിയോ, ഈ കഥ പറയുമ്പോൾ ഈ കുട്ടിക്ക്, അവസാനത്തെ കുട്ടിക്ക് 5 വയസ്സുണ്ട് പ്രായം. ഇവിടെ എന്താ പേരിട്ടതെന്ന് അറിയണ്ടേ? 10-ാമത്തെ കുട്ടിക്ക്. ആദ്യത്തെ കുട്ടിയുടെ പേരൊന്നും നമുക്ക് പ്രസക്തിയില്ല, അത് അപ്പു എന്നാണ്. 2-ാമത്തെ കുട്ടിയുടെ പേര് ശുപ്പു. ഇങ്ങനെയൊക്കെയാണ്, അതൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ അവസാനത്തെ കുട്ടിക്ക് ഇദ്ദേഹത്തിന് എന്തോ നല്ല രീതിയിൽ പേരിടാൻ തോന്നി. നാരായണൻ എന്നാണ് പേര്. പേരിട്ടെന്താണ്? നാരായണ. 4 അക്ഷരം. ആരുടെ നാമാണത്? ഭഗവാന്റെ നാമാണ്. സഹസ്രനാമം ജപിക്കുന്നതിനേക്കാൾ ശക്തിയോടുകൂടി ഇദ്ദേഹം കുട്ടിയുടെ പേര്. എങ്ങനെയാണെന്നറിയോ? വയസ്സുകാലത്ത് നാരായണൻ അവിടെ പോയി, നാരായണന് ഊണ് കഴിച്ചോ, നാരായണ അച്ഛൻ്റെ അടുത്ത് വരൂ, നാരായണ കെട്ടിലിരിക്കൂ, നാരായണ അച്ഛന് വടി എടുത്തു തരൂ, നാരായണ അച്ഛന് ചെല്ലപ്പെട്ടി എടുത്തു തരൂ, നാരായണൻ ഉറങ്ങാറായോ, നാരായണൻ ഭക്ഷണം കഴിച്ചിട്ടേ അച്ഛന് ഭക്ഷണം വേണ്ടു, നാരായണൻ ഉറങ്ങിക്കോളൂ, നാരായണ ഞാൻ പാട്ടുപാടി തരാം, നാരായണ ഞാൻ കഥ പറഞ്ഞു തരാം. പറഞ്ഞിട്ട് സഹസ്രനാമം 1000 ഉണ്ടാവുള്ളൂ. ഒരു ദിവസം 1000-ലധികം പേര് നാരായണായി. ഇതൊക്കെ ആര് കേൾക്കും? നാരായണമൂർത്തി കേൾക്കും. ഇത് കുട്ടിയുടെ പേരാണെന്നൊന്നും ഭഗവാനെ നോക്കേണ്ട ആവശ്യമില്ല. ആ മന്ത്രത്തിന് അത്രമാത്രം ശക്തി ഉണ്ടെന്നാണ്. അന്ത്യനിമിഷമായിട്ട് ഒന്നും വയ്യാതെ കണ്ട് ഇദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. എല്ലും ദുര്യുമായിട്ടുണ്ട്. കണ്ഠത്തിൽ കഫം നിറഞ്ഞു. വീട്ടുകാർക്കൊന്നും ശ്രദ്ധയില്ല. കാരണം വയ്യാത്ത കാര്യം, കാലം വന്നു, ഇദ്ദേഹത്തിനൊന്നും ശേഷിയില്ല, പ്രവർത്തിക്കാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ശ്രദ്ധ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സുഖത്തിലും സമ്പത്തിലും അധികാരത്തിലെ ആളുകളും ബന്ധുക്കളും ഉണ്ടാവും കേട്ടോ. എന്റെ ദുഃഖം വരുന്ന സമയത്തൊന്നും പാടുണ്ടാവും. ഈ ഇദ്ദേഹം നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുന്നൊരാ ദുഃഖവേളയിൽ നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ ഹരേ. തെല്ലുമേ മേധസ്സും മാംസവുമില്ലാതെ കണ്ടാലൊരു തനി പ്രേതം കണക്കവേ നീണ്ടു നിവർന്നു കിടക്കുന്ന വേളയിൽ നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ ഹരേ ശ്രീഹരേ നാരായണ. അന്ത്യനിമിഷത്തിൽ നമുക്ക് എന്ത് സാധിക്കണം? ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ കേൾക്കാനെങ്കിലും സാധിക്കണം. മറ്റുള്ളവരെ ചൊല്ലുന്നത്, മറ്റുള്ളവരെ ചൊല്ലിയാലേ കേൾക്കുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ അജാമിളനുണ്ടായി. അദ്ദേഹത്തെ പെട്ടെന്ന് ആ മരണ വക്ത്രത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് 3 പേര് വന്നു. ആ ഊർധ്വരോമത്തോട് കൂടിയിട്ട്, ആ വക്രതുണ്ടത്തോട് കൂടിയിട്ട്, പേടിപ്പെടുത്തുന്ന സ്വരൂപത്തോട് കൂടിയിട്ട് 3 പേര് ഇവിടെ എത്തിച്ചേർന്നു. യമദൂതന്മാരാണ് പെട്ടെന്ന് അവിടെ വന്നത്. യമദൂതന്മാര് 3 പേരായിട്ടാണ് വരിക. ആ യമദൂതന്മാര് വന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരത്തെ ഇങ്ങനെ വലിച്ചു മുറുകി. നമ്മുടെ ഈ ശരീരത്തെ എല്ലാം കൊണ്ടുപോകുക. അതിന് പലർക്കും സംശയം ഉണ്ടാവും, ഇതിനെല്ലാം കൊണ്ടുപോകും. സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ലിംഗ ശരീരം, ഇങ്ങനെ പല പല ശരീരങ്ങളുണ്ട് നമുക്ക്. നമ്മൾ മരിച്ചുപോയി
കത്തി വെണ്ണീരായി കഴിഞ്ഞാലും പോയിട്ട് ചടങ്ങുകളൊക്കെ ചെയ്യുന്നില്ലേ? പിതൃക്കൾക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ലേ? എന്തിനാണ്? ഈ ശരീരത്തെ അതിന് മോക്ഷം കിട്ടണം. അതിനെ പിടിച്ചു കുലുക്കി കയറ് കാലപാശം കൊണ്ട് വലിക്കുന്ന സമയത്ത് കണ്ടത്തില് കഫം നിറഞ്ഞിട്ട് ഞാൻ പേടിച്ചുകൊണ്ട് പരിഭ്രമിച്ചുകൊണ്ട് എന്ത് വേണമെന്ന് അറിയാതെ അജാമിളൻ ഈശ്വരനാമം ജപിക്കാൻ തോന്നിയില്ല. പക്ഷേ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ പേരാണ് ഉച്ചരിക്കുന്നത്? മകന്റെ പേരല്ലേ. ആ മകനതാ എവിടെയോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഇയാൾക്ക് തോന്നുകയാണ്. എപ്പോഴും വിളിക്കുന്നതുകൊണ്ട് ആ കളിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മകനെ വിളിച്ചു, ശക്തി മുഴുവൻ ഉപയോഗിച്ച് വിളിച്ചു. കേൾക്കുന്നൊന്നുമില്ല. നാരായണായേതി ജഗാദ ചതുരക്ഷരം. നാരായണായേതി, നാരായണ വരൂ എന്നുള്ള ആ 4 അക്ഷരം ഉച്ചരിച്ചു. അന്ത്യനിമിഷത്തിൽ കഷ്ടപ്പെട്ട് ഉച്ചരിച്ചതോടുകൂടി എന്തായി എന്നറിയോ? അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വിഷ്ണു പാർഷദന്മാര് 4 പേര് വന്നു. ഈ കയറ് പിടിച്ചു കാലപാശത്ത്. ഇദ്ദേഹത്തെ കൊണ്ടുപോകരുത്, നരകത്തിലേക്ക് കൊണ്ടുപോകരുത്, ഇദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നിങ്ങൾ ആരാണ്? ഞങ്ങള് വിഷ്ണു പാർഷദന്മാരാണ്. നിങ്ങളാരാണ്? ഞങ്ങള് യമരാജാവിന്റെ കിങ്കരന്മാരാണ്. ഞങ്ങളെ കഴിച്ചിട്ട് വേറൊരാളില്ല ഈ ലോകത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അവസാന നിമിഷത്തിൽ പശ്ചാത്താപ വിവശനായിട്ട് ഈശ്വരന്റെ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുപോകരുത്, നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. അവരെ എവിടെ കൊണ്ടുപോകണം? മോക്ഷത്തിലേക്ക്, പിതൃലോകത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വിടില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ കാലപാശത്തിൽ നിന്നും രക്ഷിച്ചു അജാമിളനെ. അജാമിളൻ എന്ത് ചെയ്തു അറിയോ? അവിടുന്ന് എഴുന്നേറ്റു. മരിച്ചു എന്ന് കണ്ട അജാമിളൻ എഴുന്നേറ്റു, ആ വടി കുത്തിക്കൊണ്ട്. കാരണം ഇത്രയും ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത് എന്നെ രക്ഷിക്കാൻ ശ്രീഹരി ഭഗവാൻ മകന്റെ പേര് ജപിച്ചപ്പോഴും ഉച്ചരിച്ചപ്പോഴും വന്നില്ലേ, കാരുണ്യം ചൊരിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തോടുകൂടി പശ്ചാത്താപ വിവശനായിട്ട് തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് ഗംഗയുടെ തീരത്ത് ചെന്ന് അനേകകാലം ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവത് പദത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള വിശേഷം